പേർലി മാണിയുടെ ഫേസ്ബുക്ക് ഫോളോവേഴ്സിൻ്റെ എണ്ണം കാര്യമായി കുറഞ്ഞു. നേരത്തെ കഴിഞ്ഞ ദിവസം BJP അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെ സംഭവിച്ചത്. 5.8 മില്യണിൽ നിന്ന് 5.5 മില്യണായി ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണവും കുറയുകയാണ്. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് 4.72 മില്യണിൽ നിന്ന് 4.63 മില്യനായി. ഇഷ്ടതരം കാവ്യെന്നും CJP പ്രതിഷേധത്തിലെ ഇരട്ട നിലപാടും സിബി മലയിലിനെ ഫെയിൽ ഡയറക്ടർ എന്ന് വിശേഷിപ്പിച്ചതുമാണ് തിരിച്ചടിക്ക് കാരണം. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, എന്താണ് സംഭവിച്ചത്? ഇന്നലെ ചില കാര്യങ്ങൾ പേർലി മാണി തുറന്നു പറഞ്ഞിരുന്നു. രഞ്ജിത്ത്, ഒരു വലിയ പ്രശ്നമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസറായ പേർലി മാണി തന്റെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അവരെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ 5.8 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് 5.5 മില്യണായി കുറഞ്ഞിരിക്കുന്നത്. അതായത് ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകളാണ് ഈ ഒരൊറ്റ ഇൻസിഡന്റിന്റെ പേരിൽ പേർലി മാണി അൺഫോളോ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ മാത്രമായി. യൂട്യൂബിൽ 4.72 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് 4.63 മാറിയിട്ടുണ്ട്. ഇത് ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഫാമിലി വ്ളോഗും ഹോം വീഡിയോസും ഇന്റർവ്യൂസും ഒക്കെ തന്നെ വൈറലാകുന്നു. പക്ഷേ ഈ രാഷ്ട്രീയ നിലപാട് തുറന്നു പറയുക, ഒരു സംവിധായകനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിളിക്കുക, അതോടൊപ്പം തന്നെ ഈ CJP പ്രതിഷേധത്തിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നിലപാട് എടുക്കുക, കൃത്യമായ ഒരു വിശദീകരണമോ നിലപാടോ എടുക്കാതെ ഒരു തഞ്ചത്തിൽ പോകുന്ന ഒരു നിലപാടാണ് പേർലി മാണിക്ക് ഉള്ളത് എന്നുള്ള സമൂഹ മാധ്യമങ്ങളുടെ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഈ ഒരു ഗണ്യമായ കുറവ് പേർലിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം പേർലി ഇതൊരു പോസ്റ്റ് നീക്കം ചെയ്തിട്ടില്ല. ആ പോസ്റ്റിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പോസ്റ്റ് നീക്കം ചെയ്യാൻ പോലും തയ്യാറല്ല. എന്നാൽ രണ്ടാമത്തെ പോസ്റ്റ് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ നീക്കം ചെയ്യേണ്ടി വന്നത്. പക്ഷെ ഇപ്പോഴും അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, അത് ബ്രാൻഡായി മാറിയിരിക്കുന്നു. ഇഷ്ടനിറം കാവ്യാണെന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെ അതൊരു പൊളിറ്റിക്കൽ ആംഗിളിൽ പേർലി സംസാരിക്കുന്നതാണ് എന്നുള്ള ഒരു ടോണിൽ കേരള സമൂഹത്തിൽ എടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു തിരിച്ചടി പേർലിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതും സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു വലിയ ഇൻഫ്ലുവൻസർ ഇന്റർവ്യൂസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മുന്നിട്ട് നിൽക്കുന്ന, ഓരോ വീഡിയോസും ഏകദേശം 1 മില്യണോളം അടുപ്പിച്ച് നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസറെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ലോകത്തൊരു വലിയ തിരിച്ചടിയാണ്. അവരുടെ അഭിപ്രായത്തോടും അവരുടെ നിലപാടിനോടുമുള്ള എതിരഭിപ്രായമായിട്ട് തന്നെയാണ് കേരള സമൂഹം അതിനും വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഈ കുറവ്. ഓരോ നിമിഷവും ഇങ്ങനെ ഒരു ഗണ്യമായ കുറവ് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ എടുക്കുമ്പോൾ പോലും ആ ഒരു ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് കുറയുന്നത് കാണാനും കഴിയുന്നുണ്ട്. അതൊരു വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് രാഷ്ട്രീയ നിലപാടും കൂടെ തുറന്നു പറഞ്ഞൊരു സാഹചര്യം. അതിങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത് ഉൾപ്പെടെയുള്ള നെഗറ്റീവ് കമന്റുകൾ, ഹേറ്റ്രെഡുകൾ, വ്യക്തിപരമായുള്ള അധിക്ഷേപങ്ങൾ ഉൾപ്പെടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ പള്ളി അതിന് മറുപടി ഇതുവരെ നൽകിയിട്ടില്ല, മൗനമായിട്ടിരിക്കുകയാണ്. ഏകദേശം 24 മണിക്കൂർ പിന്നിടുന്ന സാഹചര്യത്തിൽ. ഹരികൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.